നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമ്പള ടോൾ പ്ലാസയിൽ ബുധനാഴ്ച മുതൽ യൂസർ ഫീസ് ഈടാക്കി തുടങ്ങും. ടോൾ പ്ലാസയ്ക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രതിഷേധമുയർത്തി രംഗത്തുള്ളപ്പോഴാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനമിറങ്ങിയത്. കാസർഗോഡ് കഞ്ചാവ് കേസിൽ പ്രതികൾക്ക് 2 വർഷം വീതം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ. റനീസ്, മെഹറൂഫ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. തൃക്കരിപ്പൂരിൽ വീടിന്റെ മച്ച് തകർന്ന് ഗൃഹനാഥന് ഗുരുതര പരിക്ക്. ബിരിച്ചേരി CK റോഡിലെ VPM അബ്ദുൾ റഹീമിനാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ കൂളിയങ്കാൽ സർവീസ് റോഡിൽ വിള്ളൽ. റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിൽ റോഡിന് സമീപമുള്ളവർ. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് സംഘടിപ്പിച്ച ബഡ്സ് അധ്യാപകർക്കുള്ള ആദരം പരിപാടി ശ്രദ്ധേയമായി. H. ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമസ്ത റിലേ പദയാത്ര സമാപനത്തിലേക്ക്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും. ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം 12-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK മാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. നൂതന കുടുംബശ്രീ സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും നടന്നു. വാർത്തകൾ വിശദമായി. കുമ്പള ടോൾ പ്ലാസയിൽ ബുധനാഴ്ച മുതൽ യൂസർ ഫീസ് ഈടാക്കി തുടങ്ങും. ടോൾ പ്ലാസയ്ക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രതിഷേധമുയർത്തി രംഗത്തുള്ളപ്പോഴാണ് ബുധനാഴ്ച മുതൽ യൂസർ ഫീസ് ഈടാക്കി തുടങ്ങുമെന്ന ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിജ്ഞാപനമിറങ്ങിയിരിക്കുന്നത്. ടോൾ പിരിവ് ആരംഭിക്കുന്ന അന്ന് തന്നെയാണ് ടോൾ പ്ലാസയ്ക്കെതിരെ സമരസമിതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ വിധി വരിക. ഭാരത സർക്കാർ ഗതാഗത ദേശീയപാത മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് നവംബർ 12-ന് ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ കുമ്പള ടോൾ പ്ലാസയിൽ ഈടാക്കുന്ന യൂസർ ഫീസിന്റെ വിവരങ്ങൾ ഉള്ളത്. ചൊവ്വാഴ്ച ഇറങ്ങിയ പത്രങ്ങളിൽ പരസ്യം നൽകിയാണ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം യാത്രക്കാരെ അറിയിച്ചത്. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റോഡ് ഭാഗത്തിനാണ് ഫീസ് ബാധകമാകുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണതയിലാണ് ടോൾ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്യാമറകളും വാഹനം കടന്നുപോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഗേറ്റിന്റെ സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ പോക്ക് വരവിനായി ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത്. ഇതുവഴി നേരത്തെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിട്ടു തുടങ്ങുകയും ചെയ്തിരുന്നു. ടോൾ പിരിവ് ആരംഭിക്കുന്ന ബുധനാഴ്ച തന്നെയാണ് ടോൾ പ്ലാസയ്ക്കെതിരെ സമരസമിതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ വിധി വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ 28-ന് കോടതി പരിഗണിക്കേണ്ട ഹർജി ബുധനാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുമ്പോൾ ടോളിനായി വൻ തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ടോൾ പ്ലാസ നിലവിൽ തലപ്പാടിയിലാണ്. അവിടെ നിന്നും ആരിക്കാടിയിലേക്ക് 22 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇത്രയും ദൂരത്ത് 2 ടോൾ പ്ലാസകൾ പാടില്ലെന്ന് നിയമമുണ്ടായിരിക്കെയാണ് ദേശീയപാത തലപ്പാടി ചെർക്കള റീച്ച് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെ ടോൾ ഗേറ്റ് നിർമ്മിക്കുവാൻ നടപടി അധികൃതർ തുടങ്ങിയത്. ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസ പണിയുവാൻ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതെന്ന ആരോപണവുമുണ്ട്. എന്നാൽ ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ദേശീയപാത 2-ാം റീച്ചിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്നും ടോൾ പിരിക്കുവാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലവിലെ തീരുമാനം. എന്നാൽ ഇത് കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം, മൊഗ്രാൽപുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പരിധിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് വാഹനയുടമകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും വരുത്തിവയ്ക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കഞ്ചാവ് കേസിൽ പ്രതികൾക്ക് 2 വർഷം വീതം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ. കണ്ണൂർ മട്ടന്നൂരിൽ വായംതോട് റഫ്ഷാന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റനീസ് C, മട്ടന്നൂർ ഇല്ലമുല, റുമൈസ് മൻസിലിൽ മെഹറൂഫ് എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ K ശിക്ഷിച്ചത്. ബൊലേറോ ജീപ്പിൽ കടത്തുകയായിരുന്ന 2.5 കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിൽ 2 പ്രതികൾക്ക് 2 വർഷം വീതം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ.
കണ്ണൂർ മട്ടന്നൂരിൽ വായന്തോട് റഫ്ഷാന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റനീസ് സി, മട്ടന്നൂർ ഇല്ലമ്മൂല റുമൈസ മൻസിലിൽ മെഹ്റൂഫ് എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ കെ ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവും അനുഭവിക്കണം. 2020 ആഗസ്റ്റ് 1 കേസിനാസ്പദമായ സംഭവം. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിലെ കറന്തക്കാട് വെച്ച് കാസർഗോഡ് സബ് ഇൻസ്പെക്ടറായിരുന്ന വിനോദ് കുമാർ ഇ, വനിതാ SI രൂപ മധുസൂദനൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അശോകൻ, അനൂപ് എന്നിവർ ചേർന്നാണ് ബൊലേറോ ജീപ്പിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത്. കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയത് കാസർഗോഡ് ഇൻസ്പെക്ടർമാരായിരുന്ന രാജേഷ് പി, അജിത് കുമാർ പി എന്നിവരായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ ജി, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ബിരിച്ചേരിയിൽ വീടിന്റെ മച്ച് തകർന്ന് ഗൃഹനാഥന് ഗുരുതര പരിക്ക്. ബിരിച്ചേരി CK റോഡിലെ VPM അബ്ദുൾ റഹിമാനെ വാരിയലിനും കഴുത്തിനും പരിക്കുകളോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സംഭവം. വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള പഴയ കിടപ്പുമുറിയുടെ മേൽക്കൂരയിൽ പാകിയിരുന്ന പലകകളും ചരൽമണ്ണും തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. കാലിന് രോഗം ബാധിച്ച് കട്ടിലിൽ കിടക്കുകയായിരുന്ന 78 വയസ്സുള്ള അബ്ദുൾ റഹിമാന്റെ ശരീരത്തിലേക്ക് മേൽക്കൂരയിലെ ഫാനും അവശിഷ്ടങ്ങളും വീണാണ് പരിക്കേറ്റത്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബിരിച്ചേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അബ്ദുൾ റഹിമാനെ പുറത്തെടുത്ത് CPR നൽകുകയും ആദ്യം തൃക്കരിപ്പൂരിലെയും തുടർന്ന് പയ്യന്നൂരിലെയും ആശുപത്രികളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് വയോധികനായ അബ്ദുൾ റഹിമാന്റെ ജീവൻ രക്ഷിക്കാനായതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബിരിച്ചേരി പറഞ്ഞു. വീടിൻ്റെ മച്ച് പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഫോൺ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത്. എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ആ വീടിൻ്റെ മച്ച് പാടെ വീടിൻ്റെ കട്ടിലേക്ക് കിടക്കുന്ന അദ്രിംഷാൻ്റെ തലയിലേക്കാണ് കംപ്ലീറ്റ് മണ്ണടക്കം വീണിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മണ്ണ് മാറ്റി അവരുടെ കഴുത്തിൽ കുടുങ്ങിക്കിടന്ന സ്റ്റീലും മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ വലിച്ച് പുറത്തേക്ക് എടുത്തത്. അതിനുശേഷം ഹാളിൽ കൊണ്ട് കിടത്തി CPR കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ബോധം വരികയും ഈ ശ്വാസോച്ഛ്വാസം കിട്ടുകയും ചെയ്തു. ആ ഒരു പെട്ടെന്ന് ആ സംഭവം ചെയ്യാൻ പറ്റിയത് നേരത്തെ CPRൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. പൊതുപ്രവർത്തനം എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് ചെയ്യാനുണ്ടായ ആ ഒരു അറ്റംപ്റ്റ് ഏതായാലും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ള ഒരു വലിയ സന്തോഷം മാത്രമാണ്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേശീയപാതയിൽ കൂളിയങ്കാൽ സർവീസ് റോഡിൽ വിള്ളൽ. റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് റോഡിന് സമീപമുള്ള വീടുകളിലെ ആളുകൾ കഴിയുന്നത്. ദേശീയപാതയിൽ കൂളിയങ്കാൽ സർവീസ് റോഡിൽ വിള്ളൽ. കഴിഞ്ഞ കാലവർഷത്തിൽ വൻതോതിൽ ഇടിഞ്ഞ ഈ പ്രദേശം നന്നാക്കി ടാർ ചെയ്തിരുന്നു. ടാർ ചെയ്ത ഭാഗത്താണ് വിണ്ട് കയറിയിരിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സർവീസ് റോഡിലെ വിള്ളൽ അപകടമുണ്ടാക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നു. റോഡിന് താഴെ തൊട്ടടുത്തായുള്ള കുടുംബം റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ്. ദിവസം കഴിയും തോറും റോഡിൽ വിണ്ടുകയറുന്നത് വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ ബഡ്സ് സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് സംഘടിപ്പിച്ച ബഡ്സ് അധ്യാപകർക്കുള്ള ആദരം പരിപാടി ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന പരിപാടി കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കൊപ്പം സ്നേഹത്തിന്റെ പാഠം രചിക്കുന്നവർക്ക് കുടുംബശ്രീയുടെ ആദരം. കാസർഗോഡ് ജില്ലയിലെ ബഡ്സ് സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്കാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആദരമൊരുക്കിയത്. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ആദര പരിപാടി കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികൾക്കൊപ്പം സ്നേഹത്തോടും സഹനത്തോടും കൂടി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ സമൂഹത്തിൽ മാതൃകയാവുന്നവരാണ്. പ്രത്യേക പരിഗണനയും മാനസിക പിന്തുണയും ആവശ്യമുള്ള കുട്ടികളുമായി ദിവസേന നേരിടുന്ന വെല്ലുവിളികൾ അധ്യാപകർ നിസ്വാർത്ഥമായ സേവനാഭാവത്തോടെ ഏറ്റെടുക്കുകയാണെന്ന് H. ദിനേശൻ IAS പറഞ്ഞു. കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ കൂടെ കഴിയുന്നവരാണ്. നമുക്ക് ആ ഒരു മാനസികാവസ്ഥ കൃത്യമായിട്ട് നമുക്കറിയാം. അത് പുറത്ത് കാണിക്കാതെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ്
സാമൂഹ്യനീതി വകുപ്പിലായിരുന്നപ്പോഴും പല സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ 6 ബസ് സ്കൂളുകളെ MCRCകളായി ഉയർത്താനുള്ള നടപടിയെടുത്തത് ആ ഒരു സമയത്താണ്. നമ്മുടെ റീഹാബിലിറ്റേഷൻ സെന്റർ എൻഡോസൾഫാൻ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആദ്യഘട്ടം പ്രവർത്തനം തുടങ്ങിയതൊക്കെ ഞാനൊരു പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെയാണ് അത്ര വേഗത്തിൽ അത്തരം കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും ബഡ്സ് സ്കൂളുകളെ സംബന്ധിച്ചുണ്ടാവും. തിരിച്ചു നിങ്ങളുടെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും മറ്റുമാണ് എനിക്ക് വേണ്ടത്. നമുക്ക് അതുപോലുള്ള യോഗങ്ങൾ ഇനിയും ചേർന്ന് നിങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹികളുമായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ട്. പ്രശസ്ത സിനിമ സീരിയൽ താരം അനീഷ് രവി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബഡ്സ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും അതുല്യമായ കഴിവുകളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകങ്ങളാണെന്നും സമൂഹം പ്രത്യേക ശ്രദ്ധ ആവശ്യമായവർ എന്ന് വിളിക്കുന്ന ഈ കുട്ടികൾ അധ്യാപകരുടെ സ്നേഹപൂർവമായ സ്പർശനത്തിലൂടെ ആത്മവിശ്വാസം നേടുന്നുവെന്നും വാക്കുകൾക്ക് അതീതമായ ബന്ധം അത് തന്നെയാണ് ബഡ്സ് അധ്യാപകരുടെയും കുട്ടികളുടെയും ബന്ധമെന്ന് അനീഷ് രവി പറഞ്ഞു. മുൻ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. ബഡ്സ് സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല, അവരുടെ മാനസികാരോഗ്യവും സാമൂഹിക വികസനവും ഉറപ്പാക്കുന്നവരാണ്. പ്രത്യേക പഠന രീതികൾ, വ്യക്തിഗത ശ്രദ്ധ ഇവയൊക്കെയാണ് ഈ അധ്യാപകരുടെ ദൈനംദിന പാഠങ്ങൾ. അവർ നടത്തുന്ന ഈ സേവനത്തിന് സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധയും പിന്തുണയും ലഭിക്കണമെന്നതാണ് ആദരപരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. ഈ ആദരവിലൂടെ ബഡ്സ് അധ്യാപകരുടെ സേവനത്തെ സമൂഹം അംഗീകരിക്കുന്നതായും അവരുടെ അധ്യാപനത്തിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. ജില്ലയിലെ 55ഓളം അധ്യാപകരെയാണ് ജില്ലാ മിഷൻ ഉപഹാരം നൽകി ആദരിച്ചത്. പരിപാടിയിൽ പി മുരളീധരൻ, എ രാധാകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭ CDS ചെയർപേഴ്സൺ സുജിനി, സൂര്യ ജാനകി ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ D ഹരിദാസ്, CH ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ മനു നന്ദിയും പറഞ്ഞു. ചെയർപേഴ്സൺ, അക്കൗണ്ടന്റ്, ആനിമേറ്റർ, ബ്ലോക്ക് കോർഡിനേറ്റർ, ജില്ലാ മിഷൻ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം വനിതാ ഘടക പദ്ധതിയിൽ ആരംഭിക്കുന്ന നൂതന കുടുംബശ്രീ സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും നടന്നു. വിവിധ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനവും വനിതാ ഘടക പദ്ധതിയിൽ ആരംഭിക്കുന്ന നൂതന കുടുംബശ്രീ സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഓഫീസിന്റെ നൂതന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. 48 ലക്ഷം രൂപ നിരക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം. അതിന് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെ ഇതൊക്കെ പറഞ്ഞല്ലോ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടുകൂടി ആരംഭിക്കാൻ കഴിയുന്ന പുതിയ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ളവരും സൂചിപ്പിച്ചു. അതിന്റെ ഭാഗമായി വ്യക്തികൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും. ആ കുടുംബശ്രീക്കും ആ മേഖലയിൽ ആ പഞ്ചായത്തിനും അവിടെ അതിനാവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. നമ്മുടെ ജില്ലക്കത് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയാവും, നമ്മുടെ സംസ്ഥാനത്തിനാവും, നമ്മുടെ രാജ്യത്തിനാവും. ഒരു സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കുന്ന ശക്തിപ്പെടുത്തുന്ന അതിബൃഹത്തായ ഒരു പ്രസ്ഥാനമായി ഇത് വരും നാളുകളിൽ മാറുമെന്നുള്ള സംശയമാണ്. ഇപ്പോൾ തന്നെ അംഗബലം കൊണ്ട് വലുതാനും സാമ്പത്തികമായി സ്രോതസ്സുകൾ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കേരളത്തിലെ 7 ബാങ്കുകളും നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറൊക്കെ പറയുകയാണ്, ബാങ്കുകൾ ഇങ്ങോട്ട് സമീപിക്കുകയാണ്. 48-50 ലക്ഷം ആളുകളെ ഒന്നിച്ച് അണിനിരത്തുന്ന ഈ വലിയ മഹാപ്രസ്ഥാനത്തിലെ എത്ര കോടി വേണമെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ബാങ്കുകൾ മുന്നോട്ട് വരും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS മുഖ്യാതിഥിയായിരുന്നു. സംരംഭകർക്കുള്ള ധനസഹായ വിതരണം H ദിനേശൻ IAS നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രതീഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. 2024 ഏപ്രിൽ മുതൽ ആരംഭിച്ച പദ്ധതിയിലൂടെ
650 സംരംഭങ്ങൾ വഴി 720 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1,58,50,000 രൂപ 4% പലിശ നിരക്കിൽ സംരംഭകർക്ക് അനുവദിച്ചു കഴിഞ്ഞു. 50 ലക്ഷം രൂപ ബാങ്ക് ലിങ്കേജ് വഴി നൽകുകയും ചെയ്തു. 4 വർഷം കൊണ്ട് 2400 സംരംഭങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ബ്ലോക്കിലെ മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങൾക്കും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CH ഇക്ബാൽ, BNSEP കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ പ്രോഗ്രാം മാനേജർ M ഷീബ, ബ്ലോക്ക് കോർഡിനേറ്റർ K നിമിഷ എന്നിവർ സംസാരിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ് സ്വാഗതവും BNSEP ചെയർപേഴ്സൺ K സനുജ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, CDS ചെയർപേഴ്സൺമാർ, ജില്ലാ മിഷൻ ജീവനക്കാർ, വിവിധ പഞ്ചായത്തുകളിലെ സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളന പ്രചരണാർത്ഥം ജമിയത്തുൽ മുഅല്ലിമീൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമസ്ത റിലേ പദയാത്ര സമാപനത്തിലേക്ക്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും. ഓരോ ഗ്രാമത്തിലും ആദർശത്തിന്റെ 100 വർഷം സമസ്തയുടെ പാതയിൽ എന്ന് പ്രഖ്യാപിച്ച് ആത്മീയ ഉണർവിന്റെ നാദമായി യാത്ര മാറിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റിയുടെ സമസ്ത സമ്മേളന വിജയത്തിനായി തയ്യാറാക്കിയ 100 കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ റിലേ പദയാത്ര സമസ്ത പ്രചാരണ ചരിത്രത്തിൽ പുതുമയാർന്ന മാതൃകയായി മാറിയെന്നും തൃക്കരിപ്പൂരിൽ നിന്നും ആരംഭിച്ച് മഞ്ചേശ്വരത്ത് സമാപിക്കുന്ന 5 ദിവസത്തെ പദയാത്ര വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമസ്ത സന്ദേശം ജില്ലയുടെ ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തിച്ച മഹാഘോഷമായെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ചെർക്കള, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 5 മേഖലകളിൽ 39 റേഞ്ചുകളിലെ 31 റേഞ്ചുകളിലും 4 ദിവസത്തെ സ്വീകരണങ്ങൾ പ്രൗഢി നിറഞ്ഞതായി. ബുധനാഴ്ച രാവിലെ ബന്ദിയോട്ട് നിന്നും ആരംഭിക്കുന്ന പദയാത്ര പച്ചമ്പള, പൈവളികെ, ഉപ്പള, ഹൊസങ്കടി, മഞ്ചേശ്വരം, കുഞ്ചത്തൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം 5:30 വർക്കാടി മച്ചീർപ്പള്ളയിൽ നടക്കുന്ന പ്രൗഢമായ സമാപന സമ്മേളനത്തോടെയായിരിക്കും സമാപിക്കുക. ജില്ലയിലെ പ്രമുഖ ഉലമാക്കൾ, ഉമറാക്കൾ, ജമിയത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ, റേഞ്ച് പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ പരിപാടി നാളെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മഞ്ചേശ്വരത്തിൻ്റെ MLA നമ്മുടെ AKM അഷ്റഫ് സാഹിബ് അവറുകളാണ്. അതേപോലെ തന്നെ അവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സമസ്തയുടെ UAE ദേശീയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷുഐബ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട് ആ പരിപാടിയിൽ. അതേപോലെ തന്നെ ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പല നേതാക്കളുമൊക്കെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ആ പരിപാടി എന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊഷ്മളമായ സ്വീകരണങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും. എല്ലാ ഗ്രാമാന്തരങ്ങളൊക്കെ ജനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഇതിനെ വരവേറ്റു എന്നുള്ളതാണ് ഈ യാത്രയുടെ വസ്തുത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ സന്ദേശം, സുന്നത്ത് ജമാഅത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ കൈമാറാൻ ഈ ജാഥക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു ചാരിതാർത്ഥ്യം ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻക്കുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലൂദ് നിസാമി, ജനറൽ സെക്രട്ടറി ഹാരിസ് ഹസനി, സെക്രട്ടറി മൊയ്തു മൗലവി ചെർക്കള, ഹാഷിം ദാരിമി ദേലമ്പാടി, വർക്കിംഗ് സെക്രട്ടറി അഷ്റഫ് ദാരിമി പള്ളങ്കോട്, ഹനീഫ് അസ്നവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ 27 വർഷമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ കെട്ടിടം നിർമ്മാണ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം 12-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK മാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CH കുഞ്ഞമ്പു MLA, AKM അഷ്റഫ് MLA എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 2 വർഷമായി ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നിരവധി സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ഡിസംബർ അവസാന ദിനങ്ങളിൽ പ്രൗഢഗംഭീരമായി നടത്തിയ ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോ 2025 ജില്ലയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മെഗാ പ്രോഗ്രാം ആയിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാട്ടിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിനാവശ്യമായ പെർമിറ്റുകൾ എടുക്കുന്നത് കേരള സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കിയ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണെന്നും നിരവധി പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ട് ജില്ലയിലെ മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും കെ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ പ്ലാനുകളും മറ്റ് ഡോക്യുമെന്റുകളും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരാക്കുവാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് പുതിയ സ്റ്റാൻഡിലുള്ള RK മാളിൽ വെച്ച് നവംബർ മാസം 12-ാം തീയതി നാളെ നടത്തപ്പെടുകയാണ്. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ NA നെല്ലിക്കുന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദുമ MLA CH കുഞ്ഞമ്പു, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയവർ സംസാരിക്കുന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകരൻ, സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ, സംഘടനയുടെ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഫൈസൽ, അതുപോലെ തന്നെ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ, ജില്ലാ സെക്രട്ടറി അനിൽകുമാർ MV, ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഷിദ് PA, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ P, കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് EM, സംഘാടക സമിതി ചെയർമാൻ സജി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ വാണിനഗർ പാഞ്ചജന്യ ജനശക്തി വേദികയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണ പരിപാടിയും സംഘടിപ്പിച്ചു. പഡ്രെ GHSSൽ നടന്ന പരിപാടി എൻമഗജെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീകൃഷ്ണ ഭജന മന്ദിരം ഹോണറി പ്രസിഡന്റുമായ K ഗണപതി ഭട്ട് ഉദ്ഘാടനം ചെയ്തു. വാണിനഗർ പ്രദേശവാസികൾക്ക് ആരോഗ്യ ബോധവൽക്കരണം നൽകുന്നതിനും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായാണ് കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ വാണിനഗർ പാഞ്ചജന്യ ജനശക്തി വേദികയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ കാർഡ് വിതരണ പരിപാടിയും സംഘടിപ്പിച്ചത്. പഡ്രെ GHSS സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എൻമഗജെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീകൃഷ്ണ ഭജന മന്ദിരം ഹോണററി പ്രസിഡന്റുമായ K ഗണപതി ഭട്ട് പത്തടുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ വിക്രം മുഖ്യാതിഥിയായിരുന്നു. പാഞ്ചജന്യ ജനശക്തി വേദികെ പ്രസിഡന്റ് രാധാകൃഷ്ണ പത്തടുക്ക, സെക്രട്ടറി സുബ്ബ പാട്ടാളി, ശ്രീകൃഷ്ണ ഭജന മന്ദിരം പ്രസിഡന്റ് സീന നായിക്ക, ഡോക്ടർ ധർമ്മരാജ് എന്നിവർ സംസാരിച്ചു. എൻഡോസൾഫാൻ ദുരിത മേഖലയായതിനാൽ തന്നെ പ്രത്യേക പരിചരണം അർഹിക്കുന്ന നിരവധി പേരാണ് വാണിനഗർ മേഖലയിലുള്ളത്. ഇതാണ് ഈ പ്രദേശങ്ങളിലുള്ളവരുടെ ആരോഗ്യ പരിചരണത്തിനായി യുണൈറ്റഡ് ആശുപത്രി മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് പകർന്നു നൽകിയത്. 320ഓളം പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത്. യുണൈറ്റഡ് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ വിക്രം, ഓർത്തോപീഡിഷ്യൻ ഡോക്ടർ സമീർ, എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഷിഫാർ അഹമ്മദ്, ഡോക്ടർ അൽതാഫ്, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ജയശങ്കർ, കാഷ്വാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർ പ്രവീൺ, ഡോക്ടർ കീർത്തി തുടങ്ങി നിരവധി പ്രമുഖ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഭാവിയിലും പ്രദേശവാസികളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിനു വേണ്ടിയാണ് ഇവർക്ക് യുണൈറ്റഡ് ആശുപത്രി ആരോഗ്യ കാർഡുകൾ കൂടി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് വിനോദത്തിന്റെ ആവേശം പകർന്ന് AHS ടീമിന്റെ 7ാം സീസണായ 2025-26 മഞ്ചേശ്വരം ബീച്ച് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. ഇത്തവണയും സൗജന്യ പ്രവേശനത്തോടെ ബീച്ചിലെ സന്ദർശകർക്ക് മികച്ച വിനോദവും മാസ്മരികമായ അനുഭവങ്ങളും നൽകുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6 സീസണുകളായി നഷ്ടത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുവെങ്കിലും AHS ടീം ഇത്തവണയും സൗജന്യ പ്രവേശനത്തോടെ ബീച്ചിലെ സന്ദർശകർക്ക് മികച്ച വിനോദവും അതുല്യമായ അനുഭവങ്ങളും നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. ബീച്ചിലെ ഫെസ്റ്റ് സ്പോൺസർമാരായ ഷാനവാസ്, ഷെരീഫ്,
ഇർഫാൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത്. പ്രകൃതിദത്ത സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവുമുള്ള കുണ്ടുകളകി കടൽത്തീര പ്രദേശം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കിയതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഇപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങിയത് മഞ്ചേശ്വരത്തിനും സമീപ ഗ്രാമങ്ങൾക്കും ഉത്സവ നിറവേകിയിരിക്കുകയാണ്. വാർഡംഗം മുംതാസ് സമീറ ഫെസ്റ്റിവൽ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റാണ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബീച്ച് ഫെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ആഘോഷ പരിപാടിയാണ്. ആ ആഘോഷ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കടമയും ബാധ്യതയുമാണ്. ചടങ്ങിൽ അഷ്റഫ് ബഡാജെ, ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം, അഷ്റഫ് കുഞ്ചത്തൂർ, ദയാകർ മാട, പഞ്ചായത്ത് അംഗം രേഖ, വ്യവസായി ആലിക്കുട്ടി, അൻവർ, ആസിഫ്, ഹാരിസ് എന്നിവരോടൊപ്പം സ്പോൺസർമാരായ ഷാനവാസ് അഹമ്മദ്, ഷെരീഫ് നാഷണൽ, ഇർഫാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 7 വരെ നീളുന്ന ഫെസ്റ്റിവൽ മഞ്ചേശ്വരത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മനോഹരമായ അനുഭവമായിരിക്കും പകർന്നു നൽകുകയെന്ന് സംഘാടകർ അറിയിച്ചു. ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നൽകിയ പിന്തുണയ്ക്ക് സ്പോൺസർമാർ നന്ദി അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് സബ് ജില്ലാ അറബി LP വിഭാഗം അറബി കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും ബദിര PTM AUP സ്കൂളിന് ഓവറോൾ കിരീടം. വിജയിച്ചവരെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, കരാട്ടെ വിദ്യാർത്ഥികളുടെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ആനയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. കാസർഗോഡ് സബ് ജില്ലാ അറബി LP വിഭാഗം അറബി കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും ബദിര PTM AUP സ്കൂൾ ഓവറോൾ കിരീടം നേടി. 13 ഇനങ്ങളിൽ വിജയിച്ച കുട്ടികളെ തുറന്ന വാഹനത്തിൽ ആനയിച്ച് അണങ്കൂർ ജംഗ്ഷനിൽ നിന്ന് ബദിര PTM AUP സ്കൂൾ വരെ വിവിധ ആഘോഷ പ്രകടനങ്ങളിലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, കരാട്ടെ വിദ്യാർത്ഥികളുടെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനം നടത്തിയത്. വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. യോഗത്തിൽ മാനേജർ CA മുഹമ്മദ് കുഞ്ഞി, PTA പ്രസിഡന്റ് സലാഹുദ്ദീൻ ബദിര, CA അബ്ദുള്ള കുഞ്ഞി, BMC ബഷീർ, BK അബ്ദുറഹിമാൻ, മുഹമ്മദ് മാണിമൂല, റിഷാദ് പള്ളം, സീനിയർ അധ്യാപിക ശാലിനി ടീച്ചർ, PC അബ്ദുള്ള മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർച്ചയായി 3 വർഷമായി എൽബിക് അറബിക് കലാമേളയിൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. അതിൻ്റെ ഒരു വിജയാഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കലാപരമായും അതുപോലെ കായികമായും വളരെ അധികം സബ് ജില്ലയിലും അതുപോലെ ജില്ലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് PTM AUP സ്കൂൾ. കഴിഞ്ഞ അധ്യയന വർഷം നാഷണൽ ലെവലിൽ റെസ്ലിംഗിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഇപ്രാവശ്യം സംസ്ഥാന തലത്തിൽ റെസ്ലിംഗിൽ 3ാം സ്ഥാനം നേടിയതും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അത് കഴിഞ്ഞ വർഷം സബ് ജില്ലയിൽ തന്നെ മികച്ചൊരു വിദ്യാലയമായിക്കൊണ്ട് സർക്കാർ നടത്തിയ LSSഉം അതുപോലെ US പരീക്ഷയിൽ ഉന്നത വിജയം നേടുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും ചെയ്ത ഒരു സ്ഥാപനമാണ് നമ്മുടേത്. കോൾ ഹെഡ് മിസ്ട്രസ് റോഷിനി കൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമത്ത് റിസ്ലി ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയ 21ാം വാർഡിലെ സബാൻ താനത്തിങ്ങാൾ റോഡ് തുറന്നുകൊടുത്തു.
വാർഡ് മെമ്പർ CK ഇർഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 21ാം വാർഡിലെ സബാൻ താൻതിങ്കാൽ റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയത്. കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കി വാർഡ് മെമ്പർ CK ഇർഷാദ് നാടിന് സമർപ്പിച്ചു. വളരെ നമുക്കറിയാം, എല്ലാ ഗ്രാമസഭകളിലെയും നിറസാന്നിധ്യമായിട്ടുള്ള നമ്മുടെ കൃഷ്ണേട്ടനടക്കം നമ്മളുമായി എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തുള്ള ആൾക്കാർ. ഓരോ വർഷവും വന്ന് നമ്മുടെ ഗ്രാമസഭയിൽ നമ്മുടെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതൊരു ടാറിങ് പ്രവൃത്തി റീടാറിങ് ചെയ്യാന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മുതിർന്ന അംഗം, സ്ഥിര ഗ്രാമസഭയിൽ അംഗമായിട്ടുള്ള കൃഷ്ണേട്ടൻ മെമ്പറെ നമുക്ക് ടാറിങ് വേണ്ട, കോൺക്രീറ്റ് മതി എന്നുള്ള രൂപത്തിലേക്കുള്ളൊരു അഭിപ്രായം പറയുകയും ഏതായാലും അത് സ്നേഹപൂർവ്വം അത് പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ അമ്പലത്തിലേക്ക്, തറവാട് അമ്പലത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പാതയാണ്. ഏതാണ്ട് 10-30ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഈ പാതയെ നല്ല രീതിയിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തി അത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ്. ഒരു അഭിമാന നിമിഷത്തിലാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ സമ്മതത്തോടു കൂടി ഈ ഒരു റോഡിൻ്റെ ഉദ്ഘാടന പ്രവൃത്തിയിൽ കടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ പിന്തുണകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കുന്നു, കടപ്പാടറിയിക്കുന്നു. നിങ്ങളാണ് എൻ്റെയൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചത് കൊണ്ടല്ല ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന്. കൃഷ്ണൻ താനത്തിങ്കാൽ സ്വാഗതവും അഹമ്മദ് കപ്പണക്കാൽ അധ്യക്ഷതയും വഹിച്ചു. CP സുബൈർ, PK അബ്ദുള്ള, ആസിഫ് ബദർ നഗർ, ജംഷിദ് ചിത്താരി, ഹാരിസ്, വിനോദ് താനത്തിങ്കാൽ, ദിനേശൻ, ബിജേഷ്, സുബൈർ കപ്പണക്കാൽ, മുഹമ്മദ് കപ്പണക്കാൽ, ഹുസൈൻ ദിനാർ, കരീം മൈത്രി, അബ്ദുൽ കരീം, അബ്ദുൽ റഹ്മാൻ, ജാനകി, സുമ, മേഘ, സിന്ധു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് ശിവപുരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ സ്റ്റേജിന്റെയും ഊട്ടുപുരയുടെയും ഭഗവത് സമർപ്പണം നടന്നു. ക്ഷേത്ര തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ മേക്കാട്ടിലത്ത് കേശവ പട്ടേരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ചാമുണ്ടിക്കുന്ന് ശിവപുരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ദിനത്തിൽ നടത്തിയ ലക്ഷദ്വീപ സമർപ്പണ സമാഹരണ ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കിയ ക്ഷേത്രത്തിലെ സ്റ്റേജിന്റെയും ഊട്ടുപുരയുടെയും ഭഗവത് സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി കേശവ പ്രകാശ് ഭട്ടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്ര തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ മേക്കാട്ടിലത്ത് കേശവ പട്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനിപ്പോൾ മുതിരുന്നില്ല. നിങ്ങൾക്കും നാട്ടുകാർക്കും തന്നെ വാർഡ് എല്ലാ പ്രജകൾക്കും തന്നെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവുന്നതിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന സമയങ്ങളില്ല. അതുപോലെ തന്നെ മക്കളുടെ DK സുരേഷ് ബാബു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയാണ്. സ്വാഗത പ്രസംഗങ്ങളൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന രീതിയായ അദ്ദേഹത്തിന് ദുരിതമായ പ്രസംഗങ്ങളൊക്കെ കേൾക്കാവുന്ന തന്നെ യൂട്യൂബിലും അതും മറ്റും കേൾക്കാൻ. ക്ഷേത്ര ട്രസ്റ്റി പ്രസിഡന്റ് N ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. VK സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പ മുഖ്യപ്രഭാഷണം നടത്തി. കിഷോർ കുമാർ R സ്വാഗതം പറഞ്ഞു. ഊട്ടുപുരയുടെ ജോലി നിർവഹിച്ച ആളുകൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. പ്രീതി മനോജ്, സുപ്രിയ ശിവദാസ് എന്നിവർ സംസാരിച്ചു. സിന്ധു പ്രസാദ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. BD ലേബർ യൂണിയൻ കോട്ടച്ചേരി ഡിവിഷൻ കുടുംബസംഗമം നടന്നു. കുന്നുമ്മൽ അഴീക്കോടൻ സെന്ററിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. BD ലേബർ യൂണിയൻ കോട്ടച്ചേരി ഡിവിഷൻ കുടുംബസംഗമം കുന്നുമ്മൽ അഴീക്കോടൻ സെന്ററിൽ വെച്ചാണ് നടന്നത്. യൂണിയൻ താലൂക്ക് സെക്രട്ടറി DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക. 9.5 വർഷമായി ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ. രണ്ടാം പിണറായി ഗവൺമെൻറ് ഇനിയിപ്പോൾ 6 മാസം കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ എല്ലാ തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്ന ആവശ്യം ഉയർത്തിയിട്ടാണ് ഇത്തരം കുടുംബയോഗങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എന്തിനാ അങ്ങനെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് പറയുന്നത്? ഈ 9.5 വർഷക്കാലം
നമ്മുടെ കേരളത്തിലെ മൊത്തം ജനങ്ങൾ, തൊഴിലാളികളായാലും കർഷകരായാലും കർഷക തൊഴിലാളികളായാലും വീട്ടമ്മമാരായാലും വൃദ്ധരായാലും മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തുന്നത്. ഒരാൾക്കും ഇന്ന് ഒരു ആനുകൂല്യം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും കിട്ടിയില്ല, ഒരാളെയും ഒഴിവാക്കിയില്ല. തൊഴിലാളികളെ എല്ലാ മേഖലയിലെ തൊഴിലാളികൾക്ക്, ബീഡി തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, നിർമ്മാണ തൊഴിലാളികൾക്ക്, ആശാവർക്കർമാർക്ക്, അംഗനവാടിക്കാർക്ക്. ഡിവിഷൻ പ്രസിഡന്റ് പി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കമ്മിറ്റി അംഗം കെ കുമാരൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ടോൾ പ്ലാസയിൽ ബുധനാഴ്ച മുതൽ യൂസർ ഫീസ് ഈടാക്കി തുടങ്ങും. ടോൾ പ്ലാസയ്ക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രതിഷേധമുയർത്തി രംഗത്തുള്ളപ്പോഴാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനമിറങ്ങിയത്. കാസർഗോഡ് കഞ്ചാവ് കേസിൽ പ്രതികൾക്ക് 2 വർഷം വീതം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ. റനീസ്, മെഹറൂഫ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. തൃക്കരിപ്പൂരിൽ വീടിന്റെ മച്ച് തകർന്ന് ഗൃഹനാഥന് ഗുരുതര പരിക്ക്. ബിരിച്ചേരി CK റോഡിലെ VPM അബ്ദുൾ റഹീമിനാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ കൂളിയങ്കാൽ സർവീസ് റോഡിൽ വിള്ളൽ. റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിൽ റോഡിന് സമീപമുള്ളവർ. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് സംഘടിപ്പിച്ച ബഡ്സ് അധ്യാപകർക്കുള്ള ആദരം പരിപാടി ശ്രദ്ധേയമായി. ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമസ്ത റിലേ പദയാത്ര സമാപനത്തിലേക്ക്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും. ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം 12-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK മാളിൽ നടക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. നൂതന കുടുംബശ്രീ സംരംഭങ്ങളുടെ ലോഞ്ചിങ്ങും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.